ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയായി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് നിങ്ങളുടെ റേഷൻ കാർഡ്, നമ്മൾ ഭക്ഷ്യസാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി നമ്മുടെ റേഷൻ കാർഡിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കാർഡ്, ആ ഒരു കാർഡിലുള്ള എല്ലാ വ്യക്തികളും അവരുടെ ആധാർ കാർഡ് ഈ റേഷൻ കാർഡുമായി ലിങ്ക് ആയിരിക്കണം. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാണ്. അതായത് ഈ മാർച്ച് 31 വരെയാണ് ഇതിൻ്റെ അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത്. തീയതി ഡിസംബർ 31 വരെ ആയിരുന്നു, എന്നാൽ അത് മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഇത് ലിങ്ക് ചെയ്യാത്ത വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ലിങ്ക് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇത് വ്യാജമായിട്ട് ഇതിലേതെങ്കിലും റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അർഹരായ ഇതിൻ്റെ ആളുകളിലേക്ക് ഈ ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡും ലിങ്ക് ആക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഒരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു സൈറ്റിലോട്ടായിരിക്കും നിങ്ങൾ എത്തുന്നത്. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു 2 ലൈൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റും. അപ്പം ഈ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു റേഷൻ കാർഡ് ഡീറ്റെയിൽസിൻ്റെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള പേജിലോട്ടും ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ള പേജിലോട്ടും നിങ്ങൾ എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ 10 ഡിജിറ്റ് റേഷൻ കാർഡ് നമ്പർ, അതായത് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 10 ഡിജിറ്റ് ആയിരിക്കും. ഓക്കെ, 10 റേഷൻ കാർഡ് നമ്പർ നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് ഇവിടെ കാർഡ് ഡീറ്റെയിൽസ് എന്നതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡ് നമ്പർ കാണാൻ പറ്റും. ഈ റേഷൻ കാർഡിൻ്റെ ഓണർ ആരാണോ അവരുടെ നെയിം ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കാർഡ് ടൈപ്പ്, ഏത് രീതിയിലുള്ള കാർഡാണ്, അതായത് BPL ആണോ APL ആണോ, മുൻഗണനയാണോ പിൻഗണന വിഭാഗമാണോ എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡിൻ്റെ നിങ്ങളുടെ നമ്പർ കാണാൻ പറ്റും. നിങ്ങളുടെ വീട് നമ്പറാണെന്ന് തോന്നുന്നു. പിന്നെയുള്ളത് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ്. ഈ ഫാമിലി ഡീറ്റെയിൽസിൻ്റെ ഈ ഒരു ബോക്സിൽ ഏറ്റവും അവസാനത്തെ ഒരു ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആധാർ സീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെയൊക്കെ യെസ് ആണ് കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ യെസ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നോ എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യണം. ഓക്കെ, നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും ഈ കാര്യങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറയുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഈ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാം എന്നുള്ള വീഡിയോ. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉപകാരമുള്ള യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ID നൽകുന്നുണ്ട്, നിങ്ങൾക്ക് അതുവഴി നമ്മൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.